അതുപോലെ തന്നെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. മിൽമ വീണ്ടും ഒരു വലിയ മാർക്കറ്റിംഗ് രംഗത്തെ ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. അതാണ് ഇവിടെ ആരംഭിക്കുന്ന ഈ മിൽമ ബോട്ടിൽ മിൽക്കിൻ്റെ അവതരണം. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം തുടങ്ങുകയും തിരുവനന്തപുരം മേഖലയിൽ ആദ്യം വിപണനം ആരംഭിക്കുകയും തുടർന്ന് കേരളത്തിൽ മറ്റ് യൂണിയനുകളും ഇത് ഏറ്റെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തന്നെ ചില ബോട്ടിൽ മിൽക്കുകൾ കിട്ടുന്നുണ്ട്. കേരളത്തിലുള്ള ചില സ്വകാര്യ കമ്പനികളുണ്ട്. അമുലിൻ്റെ ബോട്ടിൽ മിൽക്ക് 2 തരത്തിലുള്ള മിൽക്കുകളുണ്ട്. ഇന്ത്യയിൽ എല്ലാ നഗരങ്ങളിലും അമുലിൻ്റെ മിൽക്കുകൾ കിട്ടുന്നുണ്ട്. സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ മേടിക്കുന്നതിനേക്കാളും അല്പം വില കൂടുതലാണ് ഈ പ്ലാസ്റ്റിക് ഈ കുപ്പിയിലെ. അത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആയിരിക്കും. ആ കുപ്പിയിൽ വരുന്ന മിൽക്കിന് അല്പം വില കൂടുതലായിരിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നാലും എൻ്റെ ഒരു ധാരണ അനുസരിച്ച് ഈ കസ്റ്റമേഴ്സിന് ഈ ബോട്ടിൽ മേടിക്കുന്നതായിരിക്കും പ്രയോഗത്തിൽ ലാഭം. കാരണം ഒരു കുപ്പി മേടിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അധികം ഉപയോഗിക്കത്തില്ല. സാധാരണഗതിയിൽ ഈ കുപ്പി ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണ് ആൾ ചെയ്യുന്നത്. അത് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല സൗകര്യപ്രദമായി കൊണ്ടു നടക്കാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റിൽ മിൽമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിലെ ഷെയറിൽ കുറച്ചുകൂടി അധികം കിട്ടാനും ഈ പുതിയ മിൽക്ക്, കൗ മിൽക്ക്, പ്രത്യേകിച്ചും കൗ മിൽക്കാണ് അങ്ങനെ കുപ്പി കൊടുക്കുന്നത് സഹായിക്കും. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ബോർഡ് മെമ്പർമാരോട് ചോദിക്കാമായിരുന്നു, ഇവിടെ വെച്ച് കണ്ടപ്പം കൗ മിൽക്ക് തന്നെയാണോ, എരുമയുടെ പാല് നിങ്ങളുടെ കൂടെ വരില്ലേ? അല്ല, കൗ മിൽക്ക് മാത്രമുള്ള സ്ഥലത്തു നിന്ന് സെലക്ട് ചെയ്യുന്ന മിൽക്കാണ് എടുക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ കൗ മിൽക്കിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. കൗ മിൽക്കാണ് ഈ ബോട്ടിൽ. അത് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നൊരു നല്ല ഇനിഷ്യേറ്റീവാണ് മിൽമ നടപ്പിലാക്കുന്നത്. ബോട്ടിൽ മിൽക്ക് എന്ന പേരിൽ ഒരു പ്രകാശന കർമ്മം ഇന്ന് നടത്തുകയാണ്. നമ്മുടെ മലബാർ മേഖലയോ എറണാകുളം മേഖലയോ അതിന് മുന്നിട്ട് വന്നിട്ടില്ല. അവർക്കൊക്കെ നടപ്പിലാക്കണമെന്ന് നേരത്തെയൊക്കെ അവർ പറഞ്ഞൊരാശയമാണെങ്കിലും ഇന്നത് നമ്മുടെ തിരുവനന്തപുരം മേഖല പ്രാവർത്തികമാക്കിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇത് നടപ്പിലാക്കുന്നത്. തുടർന്ന് വരുന്ന നാളുകളിൽ നമ്മുടെ കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, ഈ 3 ജില്ലകളിൽ കൂടി നടപ്പിലാക്കിയാൽ സമ്പൂർണ്ണമായും നമുക്ക് ബോട്ടിൽ രംഗത്ത് നമുക്ക് ഈ മിൽമയെ കൊണ്ടുവരാൻ സാധിക്കും. സാധാരണ നമ്മൾ മിൽമ പാല് പോയി കവറിലാണ് മേടിക്കുന്നത്. ആ കവറ് നമ്മുടെ വീട്ടിൽ അധികം വരികയാണ്. പ്ലാസ്റ്റിക്കാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ പയ്യെ പടിപടിയായിട്ട് നമുക്കിത് ബോട്ടിലാക്കി കഴിയാമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗം നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഒരുപക്ഷെ ഈ മിൽമ ബോട്ടിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ തിരിച്ചെടുക്കേണ്ടുന്ന അവസ്ഥയും ഉൾപ്പെടെ വരും എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്ക് 3 ദിവസം വരെ ഈ പാൽ ഉപയോഗിക്കാമെന്നുള്ളൊരു പ്രത്യേകത, അത് കൗവിൻ്റെ മിൽക്ക് മാത്രമായിരിക്കുമെന്നുള്ളൊരു പ്രത്യേകത, മിനിമം 70 രൂപ കൊടുക്കണമെന്നുള്ള പ്രത്യേകതയൊക്കെ ഉള്ളത് നമ്മുടെ മിൽമ പറയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് കേരളത്തിൽ ഏറ്റവും നല്ല നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു സർവേ നടത്തിയപ്പോൾ, അത് മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കിയ ഒരു വലിയ സർവേ, ആ സർവേയിലൂടെ തിരിച്ചറിയാൻ സാധിച്ചത് ഏറ്റവും നല്ല പാല് അത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മലബാർ മേഖലയിലെ മിൽമയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കനുസരിച്ച് നമുക്ക് പറയുവാൻ സാധിക്കുന്നു. അത് കേരളത്തിലെ മിൽമയെല്ലാം അത്തരത്തിൽ പെടുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് നല്ലതുപോലെ അറിയാൻ സാധിക്കും. ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് തുടങ്ങി വിവിധ വകുപ്പുകളിൽ